മുടക്കി സൗദി അറേബ്യ എടുത്ത ഒരു മുസ്ലിം അജണ്ട പറയുന്ന ഒരു സിനിമയാണ് ഡെസേർട്ട് വാരിയർ. പക്ഷെ അതിന്റെ കളക്ഷൻ കിട്ടിയത് വെറും 6 കോടി രൂപ. ലോക സിനിമ കണ്ട ഏറ്റവും വലിയ ഫ്ലോപ്പ് സിനിമയാണ് ഡെസേർട്ട് വാരിയർ. ഇതിനു മുമ്പ് ജോൺ കാർട്ടർ എന്ന സിനിമയായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ഫ്ലോപ്പ് സിനിമ. ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ മുസ്ലിം അജണ്ട നിറച്ച ഒരു സിനിമ തന്നെയാണ്. പോരാത്തതിന് സൗദി അറേബ്യയുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു സിനിമ തന്നെയാണ്. പക്ഷെ സൗദി അറേബ്യ ആയതുകൊണ്ട് തന്നെ 1400 കോടി രൂപ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ എടുത്തത്. അത് വലിയ പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്നാണ് പറയുന്നത്. സൗദി അറേബ്യ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇമേജ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പഴയ ഇമേജ് എന്തായിരുന്നു? മതത്തിന്റെ എക്സ്ട്രീം ആരോപണങ്ങൾ, ഇസ്ലാമിന്റെ സ്ട്രിക്റ്റ് കൺട്രോളും എണ്ണയിലെ രാജാക്കന്മാരും. പക്ഷെ പുതിയ ഇമേജ് എങ്ങനെയാണ്? ടൂറിസം, എന്റർടൈൻമെന്റ്, ഗ്ലോബൽ ഇമേജ്, ഇൻഫ്ലുവൻസേഴ്സ്, ഇതെല്ലാം ഇപ്പൊ സൗദി നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വരാൻ വേണ്ടിയിട്ട് അവരവരുടെ നിയമം തന്നെ മാറ്റി. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു എന്റർടൈൻമെന്റ് സിനിമയല്ല, സൗദിയുടെ ഇസ്ലാമിക് ഇമേജ് ശരിക്കും എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഗവൺമെന്റിന് സിനിമയിലെ എക്സാക്ട് ബഡ്ജറ്റ് വെരിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ബഡ്ജറ്റ് പ്രൊഡ്യൂസർക്കും പ്രൊഡക്ഷൻ കൺട്രോളർക്കും മാത്രമേ എക്സാക്ട് ആയിട്ട് എത്ര ചെലവായെന്ന് അറിയുള്ളൂ. ഇപ്പൊ സിനിമയിൽ ഓവർസീസ് ട്രാൻസാക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫേക്ക് ബിൽസ് വളരെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻഫ്ലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഒഫീഷ്യലി സിനിമയുടെ ബഡ്ജറ്റ് 1400 കോടി രൂപയാണ്. പക്ഷെ ആക്ച്വലി സിനിമയിൽ സ്പെൻഡ് ചെയ്തതോ വളരെ കുറവുമാണ്. ഡോക്യുമെന്റ്സ് ആയിട്ട് പടത്തിന്റെ പ്രൊഡ്യൂസർ കാണിച്ചത് സെറ്റ് ഇടാനും VFX-നും ആക്ടേഴ്സ് പേയ്മെന്റ്, ഫോറിൻ ഷൂട്ട് എക്സ്പെൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ലീഗൽ ബിസിനസ് ആയിട്ട് നമുക്ക് കാണിക്കുകയും ചെയ്യാം. അങ്ങനെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാം. ശരിക്കും ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് എന്നുള്ള അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഡെസേർട്ട് വാരിയർ ഒരു ഹിസ്റ്റോറിക്കൽ ഡെസേർട്ട് ആക്ഷൻ മൂവിയാണ്. ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള മുസ്ലിം എംപയർ അയാളുടെ ക്രൂരതയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മുസ്ലിം ട്രൈബിന്റെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ പറയുന്നത്. താഴ്ന്ന ജാതിയിലുള്ളവര് മേൽജാതിക്കാരായിട്ടുള്ള ഫൈറ്റ് ചെയ്യല്. മുസ്ലിംസിൽ മേൽജാതി കീഴ്ജാതി ഉണ്ടോ എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. തലപ്പത്തിരിക്കുന്നവർ താഴ്ന്നവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മുസ്ലിം എന്ന ജാതി ഉപയോഗിക്കുന്നു എന്ന് ഈ സിനിമയിൽ പക്കയായിട്ട് പറയുന്നുണ്ട്. ഇതൊരു റിവഞ്ച് സ്റ്റോറിയാണ്. പക്ഷെ അതൊരു യുദ്ധത്തിലൂടെയാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ യുദ്ധത്തിന്റെ കോറിയോഗ്രാഫി, എല്ലാ സീനും മരുഭൂമിയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ എടുക്കാൻ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വളരെ ഇംപ്രസീവ് ആണ്. പക്ഷെ ഇമോഷണലി ഈ സിനിമ ആരിലും കണക്ട് ആവുന്നില്ല. ഒരു നായകന് വേണ്ട ഇമോഷണൽ ജേണി, ഹീറോയ്ക്ക് മൊമെന്റ്, ആ നായകന്റെ പെയിന്, ഇതൊന്നും ഈ സിനിമയിൽ കാര്യമായിട്ട് എഫക്റ്റ് ആയിട്ടില്ല. അതൊട്ട് കാര്യമായിട്ട് വന്നിട്ടുമില്ല. ആക്ഷൻസിനും വിഷ്വൽസിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇമോഷൻസ് വിട്ടുപോയി. ഇതൊരു കോർപ്പറേറ്റ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നാച്ചുറൽ ഫീൽ ഈ സിനിമയ്ക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. മുസ്ലിം അജണ്ട പറയാൻ ഈ സിനിമ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഡെപ്ത് എന്തായാലും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സിനിമ കാണുന്നവർക്ക് വളരെ ബോറായിട്ട് തോന്നും. റൈസ് ദ പ്ലാനറ്റ് ഓഫ് ആപ്സ് സംവിധാനം ചെയ്ത റൂപ്പർട്ട് വേർട്ട് ഒക്കെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. റൈസ് ദ പ്ലാനറ്റ് ഓഫ് ദ ആപ്സ് 3 പാർട്ടും നല്ല മാസ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നതും. നല്ല കൈയടിക്കാനും ഓർത്തിരിക്കാൻ പറ്റിയ നല്ല സീനുകൾ ആ സിനിമയിലുണ്ട്. പക്ഷെ ഇതില് അതൊന്നും കാണുന്നില്ല. ഈ സിനിമ ഇറങ്ങിയത് പലരും അറിഞ്ഞിട്ടില്ല. അത് ഒരു സിനിമയ്ക്ക് പ്രശ്നം തന്നെ ആയിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിൽ സൗദി സിനിമയും ഉയർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും ബഡ്ജറ്റിൽ അവർ സിനിമ ഇറക്കി. കുറെ പൈസ മുടക്കിയിട്ട് കാര്യമില്ല. റിയൽ സിനിമ ബിൽഡ് ചെയ്യാൻ ഇമോഷൻസ് തന്നെ വേണം.